എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണവരെടുക്കാം. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടേതായിട്ട് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് വരുള്ളൂ. ഇത് ഒരുപാട് പേരുടെ എനർജി കൊണ്ട് ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പൊ നിങ്ങളുടേതായിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ, ഇത് വാട്സാപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിൽ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. അപ്പോൾ നോക്കി തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിന്റെ വ്യക്തിയുടെ ഫീലിങ്സ്, യൂണിവേഴ്സിന്റെ അടുത്ത് ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, യൂണിവേഴ്സിന്റെ അടുത്ത് അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, യൂണിവേഴ്സിന്റെ അടുത്ത് അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, യൂണിവേഴ്സിന്റെ അടുത്ത് അവർ സ്നേഹിക്കുന്ന യൂണിവേഴ്സിന്റെ അടുത്ത് അത് വ്യക്തിയുടെ പ്രശ്നമുണ്ടോ, ഒരു ഫീലിങ്സ് എന്താണ്. അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇനി മനസ്സിന് സംതൃപ്തിയും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. പ്രതീക്ഷകളും സംതൃപ്തിയൊക്കെ ആവേശമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ബന്ധം, കുടുംബം, ജീവിതം എല്ലാം സന്തോഷ സമാധാനമായിട്ട് ആവാനാണ് പോണത്. നിങ്ങളുടെ പ്രണയബന്ധം നിങ്ങളുടെ പ്രണയങ്ങളൊക്കെ നല്ലതാവാനാണ് പോണേ കേട്ടോ. അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം ഉണ്ടാവുക. ഇപ്പൊ പ്രണയം ഇല്ലാത്തവർക്കാണ് ഒരു പുതിയ പ്രണയം ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ നല്ല പ്രണയമാണെന്നാണ് പറയണത്. സന്തോഷമായ ബന്ധം, നല്ല ദാമ്പത്യം, ഹൃദയത്തിന്റെ സംതൃപ്തി, നല്ല സൗഹൃദം, അതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോണെന്നാണ് പറയണത്.
നിങ്ങളെ നിങ്ങൾ പല ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ നിന്ന് വളരെ സന്തോഷ സമാധാനമൊക്കെ വരാൻ പോണെന്നാണ് പറയുന്നത്. നിങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. സന്തോഷകരമായ ദാമ്പത്യ സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനവും ആഘോഷമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോണെന്നാണ് പറയുന്നത്. കുറച്ചു പേർക്കൊക്കെ ഇത് കുറെ പേര് കാണുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചു പേർക്കൊക്കെ വളരെ നല്ലത് വരുന്നുണ്ട്. പിന്നെ കുറച്ചു പേർക്ക് ഒരു ഒരു സമയം തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ മാത്രമാവില്ല, വേറൊരു ആളും കൂടി ഉണ്ടായിരിക്കും. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ആയിട്ടാണ് ഇരിക്കണത്. രണ്ടവസരങ്ങളുണ്ട്. ഇപ്പൊ ജോലിയിലായാലും ശരി, അല്ലെങ്കിൽ ഇപ്പൊ ലവേഴ്സ് ആയാലും ശരി. അപ്പൊ നിങ്ങളല്ലാതെ വേറൊരു പാർട്ടി ഉണ്ട്. അപ്പൊ അതില് ആരെ തെരഞ്ഞെടുക്കണം, അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കണേന്നാണ് പറയണത് കേട്ടോ. പിന്നെ വന്നിരിക്കണത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, ഇതൊരു വിജയത്തിന്റെ കാർഡാണ് നിങ്ങളിലേക്ക്. ഇതൊരു ഒരു എന്താ പറയുക, നിങ്ങളിപ്പോ അനുഭവിച്ചതെല്ലാം അവസാനിച്ചു. ഇനി വേറൊരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. ഇപ്പൊ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ മാറി നിങ്ങൾക്ക് ഇനി നല്ലൊരു ജീവിതമാണ് വരാൻ പോണേ എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് നല്ലൊരു ഒരു വിദേശ യാത്രയ്ക്കൊക്കെ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ, വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ അതിനൊക്കെ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരായിട്ടാണെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണ് പറയുന്നത്. വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു സ്നേഹമാണ് പറയണത് കേട്ടോ. പിന്നെ നാരായണ പിന്നെന്താ, നിങ്ങളെ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങളെ വ്യക്തി നല്ലൊരു വ്യക്തി തന്നെയാണ്. നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഒത്തിരി ഒരു ഉപദേശകനായിരിക്കും. മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ചില സമയങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടൊക്കെ അങ്ങനെ ഒരു മുറിവ് ഏറ്റിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിനെ വിശ്വസിക്കാന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഇപ്പൊ കുറച്ചു പേർക്ക് ഒരു നിരാശ, ഉപേക്ഷിക്കല്, ഇതെല്ലാം പറയാം. കുറച്ചു പേർക്ക് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇനി വളരെ നല്ലൊരു ഇതാണ് വരുന്നത്. കുറച്ചു പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കാനോ നിങ്ങളുടെ ബന്ധത്തിലൊരു ഒരു പ്രയാസം വരുന്നുണ്ട് കേട്ടോ. ഒരു അകൽച്ച വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നാണ് പറയണത്. നിരാശ, ഉപേക്ഷിക്കല്, ഇതെല്ലാം പറയാം. ഇപ്പോഴത്തെ നിരാശ ഭാവിയിൽ കൂടുതൽ സംതൃപ്തി, ആഴത്തിലുള്ള വളർച്ചയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. ലൈഫിൽ നിന്ന് ആരോ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകുന്നാണ് പറഞ്ഞത് കേട്ടോ. റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച, ലവില് ഒരാള് മറ്റാളെ ഉപേക്ഷിച്ച് പോയ പോലെയാണ് ഇപ്പൊ പറയണത്. പിന്നെ ഇത്തിരി അധികാരമുള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണ്. ഇത്തിരി അധികാര സ്വഭാവമുള്ള ഒരാളാണ്. ഒരു ഔദ്യോഗിക പദവിയൊക്കെ ഉള്ള ഒരാളാണെന്ന് പറയാം. സർക്കാരായിട്ടോ നിയമമായിട്ടൊക്കെ സൈന്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത്. വളരെ ജാഗ്രതയുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. വളരെയധികം ചിന്തിച്ചതിന് ശേഷമൊക്കെ പ്രവർത്തിക്കൂ എന്ന് പറയുന്നത്. തന്ത്രവും നേതൃത്വവും തന്ത്രവും വൈദഗ്ധ്യവും ഈ മാറ്റങ്ങളൊക്കെ നവീകരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ദയൊന്നും ഇല്ലാത്ത ഒരു പേഴ്സൺ ആണെന്ന് പറഞ്ഞു. മറ്റുള്ളവര് എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കില്ല. ആള് വളരെ സ്ട്രോങ് ആണ്. പിന്നെ നിങ്ങളുടെ ഇതില് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം, നല്ലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, കുറെ പേര് നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറയണം. ന്യൂ ലൈഫ് വരണം എന്നാ പറയണം. ലൈഫിൽ പുതിയ ഐഡിയാസ് വരുന്നു, ചേഞ്ചസ് വരുന്നു, പുതിയൊരു ലൈഫ് വരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പിന് തുടക്കം വരുന്നു എന്നാണ് പറയണത്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ നീതി കിട്ടണമെന്ന് നീതിക്ക് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരാടുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിവോഴ്സാ കോടതിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
നിങ്ങളുടെ വ്യക്തി ടീച്ചറോ അഡ്വൈസറോ പ്രീസ്റ്റോ ട്രഡീഷണലൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാവാം. ഒരു അബണ്ടന്റ് വരുന്നുണ്ട് എന്ന് പറയണോ. മതപരമായ കാര്യങ്ങൾ, സാമ്പത്തികം, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഫാമിലി, മെഡിക്കൽ, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാവാം. ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന് പറയാം. അല്ലെങ്കിൽ വിവാഹം, പ്രൊപ്പോസലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യലായിട്ടൊക്കെ നല്ല സമയമാണ് പറയണേട്ടാ. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നെന്നാ പറയുന്നത്. ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം ആണെന്നാണ് പറയുന്നത്. നല്ലൊരു ഉപദേശകൻ, മറ്റുള്ളവരൊക്കെ ഉപദേശം ചെയ്യാനായിട്ടുള്ള നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് ധാരാളം അറിവും ബുദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്. എല്ലാത്തിന്റെയും കീ ഇയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന, നല്ലവണ്ണം ആലോചിച്ചൊക്കെ തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. പിന്നെ കുറച്ച് പേരൊക്കെ ഓക്കെ എന്താ ഒരുപാട് സങ്കടം ഉണ്ടെന്നാണ് പറയണത്. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വ്യാകുലപ്പെടുന്നത്, മറ്റൊരാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാ. കുറച്ചു പേർക്കൊക്കെ രാത്രിയിൽ ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് പറയുന്നത് കേട്ടോ. രാത്രിയിൽ എനിച്ചിരുന്ന് കരയാ. അത് ഇപ്പൊ നിങ്ങളടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തിട്ട്, നിങ്ങളിപ്പോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് കരയുന്നുണ്ട്, അത് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നോ കോണ്ടാക്ട് ആണ്, ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ അത് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്. രാത്രിയൊക്കെ എണീറ്റിരുന്ന് കരയാണെന്നാണ് പറയണത്. നിങ്ങൾ അകന്നതിന്റെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. ഒരുപാട് വേദന, ഭയം, കുറ്റബോധം, സംശയം, വലിയ ആശങ്കകള്, അങ്ങനെയാണ് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോണത്. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തെ ബുദ്ധിമുട്ടുള്ള തീരുമാനത്തേക്കാണ് കാണിക്കുന്നത്. ഇപ്പം കുറച്ചു പേർക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. കുറച്ചു പേർക്കൊക്കെ വളരെ ലവേഴ്സ് വളരെ അത്ര സന്തോഷമായിട്ടല്ല പോകുന്നത്. അവര് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കണത്. ഒന്നും തുറന്നൊന്നും പറയുന്നില്ല. ഒരുപാട് കള്ളാണ് പറയണേന്നാണ് പറയുന്നത്. എല്ലാം നിങ്ങൾ ഇന്ന് മറച്ചു വെക്കാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്നെല്ലാം മറച്ചു വെക്കാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തൊന്നും തുറന്നു പറയാതെ അങ്ങനെ. പിന്നെ ഒത്തിരി പൈസയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് പറയണത്. വളരെ പക്വതയുള്ള ഒരു വ്യക്തിയാണ്. ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. കുടുംബത്തിന്റെ ഒരു മുഴുവൻ എല്ലാ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം പ്രയത്നത്തിൽ തന്നെ എല്ലാം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ശുദ്ധ മനസ്സുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. കുടുംബം, ബിസിനസ്സും അതെല്ലാം നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു വ്യക്തിയാണെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ പിന്നെന്താ, ജോലിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തിരി പൈസയൊക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തിരി പൈസയൊക്കെ കിട്ടാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോലി ചെയ്തിരുന്ന പൈസ കിട്ടി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത്തിരി പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ജോലി കിട്ടുന്നതിനായി അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാനൊക്കെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ആദ്യമായിട്ട് സാലറി കിട്ടുക, അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവുക, അങ്ങനെ ഇത്തിരി കുറച്ച് പൈസയൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുമെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞു ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാണ്. എന്റെ റീഡിങ് കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് ദയവായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.